എല്ലാവർക്കും നമസ്കാരം. മായ സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. വാട്സ്ആപ്പ് നമ്പറും മറ്റ് ഡീറ്റെയിൽസും ഉള്ളത് വാട്സ്ആപ്പ് വഴി മെസ്സേജ് ചോദിക്കാവുന്നതാണ്. പ്രൈവറ്റ് കൺസൾട്ടേഷൻ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നമുക്ക് റീഡിംഗ്സിലേക്ക് കടക്കാം. അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഓഗസ്റ്റ് 2024 എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. Generosity, splendor, divine support, wholeness, fulfillment, surrender. അശ്വതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സന്തോഷകരമായിട്ടുള്ള അല്ലെങ്കിൽ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും നൽകുന്ന ഒരു സാഹചര്യം ജീവിതത്തിലേക്ക് വരുന്നുണ്ട്. മാനസികമായിട്ട് തൃപ്തി ഉണ്ടാകുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നു. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള മനതൃപ്തി കാണിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ലോണിന് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ലോണ് മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കാനുള്ള ഒരു സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വീട് വയ്ക്കുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് മറ്റെന്തെങ്കിലും കാര്യത്തിന് ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ളവരെന്തെങ്കിലും മെഡിക്കൽ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അസുഖങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടൊക്കെ ഇൻഷുറൻസ് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക്, ഇൻഷുറൻസ് പണം കിട്ടാൻ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള ഒരു സാഹചര്യം ഈ ഒരു മാസത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള അവസരങ്ങളും വരുന്നു. പൊതുവിൽ മറ്റുള്ളവരെ സഹായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സാമ്പത്തികമായിട്ട് പ്രത്യേകിച്ച് സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരം വരുന്നുണ്ട്. നിങ്ങളെക്കാൾ സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന വ്യക്തികളെ ചെറിയ രീതിയിലുള്ള സഹായം എന്നുള്ള രീതിയിൽ. പിന്നെ ഈ പറയുന്ന പോലെ സഹായം എന്ന് പറയുമ്പോൾ അതൊരു സഹായമായിട്ട് കണ്ട്, അതായത് ഒരു കടമായിട്ടൊരു കാര്യവും കൊടുക്കുക. കടം എന്നുള്ള രീതിയിൽ വലിയ നിങ്ങൾക്ക് പറ്റാത്ത, നിങ്ങളെ കൊണ്ട് എടുത്താൽ പൊങ്ങാത്ത കാര്യങ്ങൾ ആർക്ക് വേണ്ടിയിട്ടും വാക്ക് കൊടുക്കാതിരിക്കുക. കാരണം ഇവിടെ ദാനമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ അത് തിരിച്ചു കിട്ടിയേക്കാം എന്ന് വെച്ചിട്ട് എന്തെങ്കിലും തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയോട് കൂടിയിട്ട് കൊടുക്കുന്ന കടമായിട്ട് കൊടുക്കാതിരിക്കാം. ആർക്കെങ്കിലും ഒരു സഹായം എന്നുള്ള രീതിയിൽ നിങ്ങളെ വലിയ രീതിയിൽ ബാധിക്കാത്ത രീതിയിൽ കുറച്ച് തുക സഹായമായിട്ട് കൊടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ചിന്തയോട് കൂടിയിട്ടാണെങ്കിൽ കൊടുക്കുക. ഒരു പക്ഷേ ആ വ്യക്തി തിരിച്ചു തന്നേക്കാം. പക്ഷെ ആ ഒരു എക്സ്പെക്ടേഷൻ വയ്ക്കാതിരിക്കുക. അതൊരു പ്രതീക്ഷയോടുകൂടി ആവരുത്. നിങ്ങളത് ദാനമായിട്ടാണ് കൊടുക്കേണ്ടത്. ആ ഒരു വ്യക്തി ചിലപ്പോൾ വേറെ സാഹചര്യത്തിൽ നിങ്ങളെ സഹായിച്ചെന്നിരിക്കും, മറ്റെന്തെങ്കിലും രീതിയിൽ ആ സഹായം തിരിച്ച് പ്രത്യുപകാരം ചെയ്തേക്കാം എന്ന് മാത്രം. അല്ലാതെ ആ ഒരു ചിന്തയോട് കൂടിയിട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളത് എടുത്തു പറയുകയാണ്. അതേപോലെ ഈ ഒരു മാസത്തിൽ വളരെ പ്രത്യേകതകൾ ചില ആളുകളെ സംബന്ധിച്ച് ഇപ്പോൾ വിവാഹം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്ന സമയമാണ്. ഹണിമൂൺ യാത്രകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തിയായിട്ട്, നിങ്ങൾ പ്രണയിക്കുന്ന വ്യക്തി ആയിക്കൊള്ളട്ടെ, വിവാഹം കഴിഞ്ഞവരായിക്കൊള്ളട്ടെ, അത്രയും നിങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തിയുമായിട്ട് ചേർന്ന് ഒരു യാത്ര ഉണ്ട്. അപ്പോൾ ഇത് അടുത്തിടയ്ക്ക് വിവാഹം കഴിഞ്ഞവരാണെങ്കിൽ, വിവാഹം കഴിക്കാൻ പോകുന്നവർക്കൊക്കെ ഒരു ഹണിമൂൺ ട്രിപ്പ് ആവാം. അല്ലാത്തവരെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടമുള്ള ഒരു സ്ഥലം. ചില ആളുകളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തി എന്ന് ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലുള്ളത് നിങ്ങളുടെ അമ്മയോ അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയോടൊപ്പമുള്ളൊരു യാത്ര കാണിക്കുന്നുണ്ട് ചില ആളുകൾക്ക്, അമ്മയുമായിട്ട് ചേർന്നിട്ടുള്ളൊരു യാത്ര. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയാനുള്ളത്, അമ്മ, പ്രത്യേകിച്ച് അമ്മയുടെ ഒരു എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അമ്മയും അച്ഛനും ആവാം, ഓരോരുത്തരുടെ വ്യത്യാസപ്പെട്ടിരിക്കും. അമ്മയെ മരിച്ചു പോയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഒരുപക്ഷെ എന്തെങ്കിലും അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യാനായിരിക്കും. നിങ്ങളുടെ ഓർമ്മയിൽ നിങ്ങളുടെ അമ്മയെ ഓർക്കുന്നതായിട്ട് ബന്ധപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം, നിങ്ങൾ ഒരുമിച്ച് പോയിട്ടുള്ള സ്ഥലങ്ങളിൽ പോവുക, അങ്ങനെയൊക്കെ ഓർമ്മകളായി വർക്കുന്ന സാഹചര്യവും എന്നുള്ള രീതിയിലാവാം. അതായത് ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ലാത്ത ആളുകളാണെങ്കിൽ കൂടിയും അവരുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, ആ ഒരു ആത്മബന്ധം അല്ലെങ്കിൽ ആത്മാവിന്റെ ബന്ധം നിലനിർത്തി കൊണ്ടുപോകുന്ന സാഹചര്യം സൂചിപ്പിക്കുന്നു എന്നുള്ളത്. ഒത്തിരി സന്തോഷം തരുന്ന അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു സമയം കൂടിയിട്ടാണ് ഈ ഒരു സമയം എന്നുള്ളത് കാണിക്കുന്നു. അതേപോലെ ദൈവാധീനം ഒത്തിരി ഉള്ള ഒരു സമയമാണ്. ഇപ്പൊ ദൈവാധീനം ഉള്ളതുകൊണ്ട് എന്തും എടുത്ത് ചെയ്യുക എന്നുള്ളതല്ല, ശരിയായിട്ടുള്ള രീതിയിൽ ഉള്ള കാര്യങ്ങൾ, അതായത് ഈ സമയത്ത് പ്രത്യേകിച്ച് ലീഗലായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നിയമപരമായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ, നിങ്ങൾക്ക് മനസ്സിന് തൃപ്തി തരുന്ന, നിയമപരമായിട്ട് മോറലിയും ലീഗലിയും രണ്ട് തരത്തിലും ശരിയായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ
അതിന് ആ ഒരു ദൈവാനുഗ്രഹം നല്ലതുപോലെ ഗണപതി ഭഗവാൻ നിങ്ങൾ അനുഗ്രഹിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ നിങ്ങൾ ഈ ഒരു മാസത്തിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭജിക്കേണ്ടത് മഹാദേവൻ ശിവനെയാണ് ആരാധിക്കേണ്ടത്. ശിവന് കൂവളമാല ചാർത്തുന്നത് ഉത്തമമായിരിക്കും എന്നുള്ളത് കൂടിയിട്ട് സൂചിപ്പിക്കുന്നു. ഓക്കെ, മറ്റു മതത്തിൽപ്പെട്ടവരാണ് എങ്കിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, നിങ്ങൾക്ക് സ്ഥിരമായിട്ട് എന്ത് സങ്കടം വന്നാലും നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾ ആദ്യം മനസ്സിൽ വരുന്ന എന്താണോ അത് ചെയ്യുക. അതേപോലെ തന്നെ ഓൾനെസ് എനർജിയാണ് ഇവിടെ. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആഴത്തിൽ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സ് ലഭിക്കുന്നതോ, നിങ്ങൾ ആഗ്രഹിച്ച പരീക്ഷയ്ക്ക് നിങ്ങൾ ആഗ്രഹിച്ച മാർക്കായിരിക്കാം, അത്രയും നല്ല മാർക്ക് ലഭിക്കുന്നതോ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങൾ നടക്കുന്നതോ ആവാം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു ഗുഡ് ന്യൂസ് ലഭിക്കുന്നുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. അതേപോലെ ജോലിക്ക് ശ്രമിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ജോലി ലഭിക്കുന്ന, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ജോലി, നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലി, സർക്കാർ ഉദ്യോഗം ആഗ്രഹിച്ചിട്ടുള്ളവരാണെങ്കിൽ സർക്കാർ ഉദ്യോഗമാവും. അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ചൊരു ജോലി, നല്ലൊരു ജോലി നിങ്ങൾ ആഗ്രഹിച്ചത് നിങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ ഒരു സന്തോഷവും സംതൃപ്തിയും ഒക്കെ ഈ ഒരു സമയത്ത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതിന്റെ ഒരു തൃപ്തിയും മറ്റും കാണിക്കുന്നു എന്നുള്ളതാണ്. ജീവിതം അങ്ങ് ആസ്വദിക്കുന്ന ഒരു സമയമെന്ന് തന്നെ പറയാം ഈ ഒരു മാസം നിങ്ങളെ സംബന്ധിച്ച്. അപ്പോൾ അതോടൊപ്പം തന്നെ ചില കാര്യങ്ങളിൽ ഒരു ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അമിതമായിട്ട് നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്, ഗുഡ് ന്യൂസ് കാര്യങ്ങളാണ്. അപ്പോൾ ന്യൂസ് കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട്, അതായത് ഇപ്പം എന്തെങ്കിലും നിങ്ങൾക്ക് ലഭിച്ചു എന്നുള്ള വാർത്ത കേൾക്കുമ്പോൾ അത് പേപ്പറിലായി സൈൻ ചെയ്ത് കോൺട്രാക്ട് കയ്യിൽ കിട്ടാതെ പുറത്ത് പറയാതിരിക്കുക എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. അത് എന്ത് കാര്യമാണെങ്കിലും. ഓക്കെ, എല്ലാം റെഡിയായി, ഇനിയിപ്പോൾ എന്തെങ്കിലും ജോലിയാണെങ്കിൽ ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉത്തമം മറ്റുള്ളവരോട്. അതായത് നിങ്ങളോട് അത്രയും അടുപ്പമുള്ളവരുടെ അടുത്ത് സംസാരിക്കാം. പൊതുവെ എല്ലായിടത്തും പറയുന്നതിന് മുമ്പ് കാര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. പിന്നെ അക്കാഡമിക്സുമായിട്ട് ബന്ധപ്പെടുത്തി ഇപ്പോൾ ലെക്ചർ, പ്രൊഫസർ, റിസർച്ചർ അതുപോലുള്ള ജോലികളിലൊക്കെ ഒത്തിരി സാധ്യതകൾ ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്, അങ്ങനെയുള്ള ജോലികൾ. അതോടൊപ്പം തന്നെ ചിത്രം രചന, എഴുത്ത്, വായന, അതായത് റൈറ്റർ, എഴുത്തും അതുപോലുള്ള കാര്യങ്ങൾ, അത് കവിതകള്, കഥകള്, പാട്ട്, ഇവയൊക്കെ എഴുതുന്നവരെ സംബന്ധിച്ചിടത്തോളം ക്രിയേറ്റീവ് ആയിട്ടുള്ള മേഖലയിലും സാധ്യതകൾ തന്നെയാണ്. എഴുത്തുകുത്തുകളായിട്ട് ബന്ധപ്പെട്ടി നിൽക്കുന്ന ജോലികളാവാം. ഇപ്പോൾ നിങ്ങൾ ആധാര എഴുത്തുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണെങ്കിലോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ജോലിയാണെങ്കിലും അത് അങ്ങനെ നിങ്ങളുടെ ആ ഒരു ജോലിയിൽ എഴുത്തുകുത്തുകൾ ഒത്തിരി ഉള്ള ഒരു ജോലി, ഡോക്യുമെന്റേഷനായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെയുള്ള ജോലികളിലൊക്കെ ഒത്തിരി സാധ്യത സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ വീടൊക്കെ ഉള്ളവരാണ്, വീടും നല്ല പറമ്പൊക്കെ ഉള്ളവരാണെങ്കിൽ പറമ്പൊക്കെ നല്ല വൃത്തിയായിട്ട് ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഒരു സമയത്ത് വീട് കാട് പിടിച്ചൊന്നും സ്ഥലങ്ങൾ കിടക്കാതെ, അതായത് ഇഴജന്തുക്കൾ, ക്ഷുദ്രജീവികളൊക്കെ വരാനുള്ള ഒരു സാഹചര്യം, പ്രത്യേകിച്ച് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. വീടിന്റെ ഭാഗമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുന്നത് നല്ലതായിരിക്കും. അല്ലാത്ത പക്ഷം ക്ഷുദ്രജീവികളൊക്കെ ആക്രമണം ഉണ്ടാകാനുള്ള സാഹചര്യം സൂചിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് കൂടിയിട്ട് കാണിക്കുന്നു. അതേപോലെ തന്നെ മറ്റുള്ളവരോട് കാര്യങ്ങളൊക്കെ ചില വ്യക്തികൾ ചില കാര്യങ്ങൾ പറയുമ്പോൾ അവരുടെ വാക്കുകൾ നിങ്ങൾ ഭയങ്കരമായിട്ട് വേദനിക്കും, അല്ലെങ്കിൽ അവരുടെ വാക്കുകൾ എന്ത് നല്ല കാര്യം പറഞ്ഞാലും അത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ആളുകളോട് വിശദീകരണങ്ങൾ കൊടുക്കാൻ പോവാതിരിക്കുക. കാര്യങ്ങൾ ജസ്റ്റ് ഒറ്റ വാക്കിൽ എന്തെങ്കിലും പറയാൻ അറിയിക്കാൻ, അറിവ് നൽകുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുക്കുക, അല്ലെങ്കിൽ ന്യൂസ് ജസ്റ്റ് ഒരൊറ്റ വാക്കിൽ കാര്യം പറഞ്ഞു തീർക്കുക. അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാതിരിക്കുക. ഒറ്റ വാക്കിൽ പറയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. അങ്ങനത്തെ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതേപോലെ നെക്സ്റ്റ് വന്നിട്ട് സറണ്ടർ എനർജിയാണ്. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമിതമായിട്ട് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാതിരിക്കുക. കാരണം ഇപ്പോഴത്തെ സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രപഞ്ചശക്തിക്ക് കീഴടങ്ങി നിൽക്കുക എന്നുള്ളതാണ്. അത് സമയമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പൊ കാര്യങ്ങൾ മുന്നോട്ടേക്ക് നീങ്ങാത്തതിന്റെ കാര്യം അതിന് സമയമായിട്ടില്ല എന്നതുകൊണ്ടാണ്. അപ്പൊ അതുവരെ നിങ്ങളൊന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. കാര്യങ്ങളിൽ എങ്ങനെയാണോ അതിനനുസരിച്ചിട്ട് നിൽക്കുക, ഒഴുക്കിനൊത്ത് പോവുക എന്നുള്ളതാണ്. നമ്മൾ ഇപ്പോൾ ഒന്നും മുന്നോട്ടേക്ക് പോകാനുള്ള സമയമായിട്ടില്ല. അതിന് പതുക്കെ മുന്നോട്ടേക്ക് പോകുന്തോറും കാര്യങ്ങളൊക്കെ റെഡിയാകുന്നുണ്ട് എന്ന് വിശ്വാസത്തോടു കൂടിയിട്ട് നീങ്ങുക. അതായത് ധൃതി പിടിച്ചിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പുഷ് ചെയ്ത് പോവാതിരിക്കുക. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളിൽ ചെന്നാണ് അവസാനിക്കുക. അപ്പോൾ സ്വസ്ഥവും സമാധാനമായിട്ട് ഇരിക്കുക തൽക്കാലം. ഓക്കെ,
അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. നമസ്കാരം.